ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിലും അവർക്ക് പഠിച്ച കാര്യങ്ങൾ മറന്നു പോകുന്ന പ്രശ്നങ്ങളുണ്ടല്ലേ. മീൻസ് ഒരു 2 ദിവസം കൊണ്ട് നമ്മൾ പഠിച്ച കാര്യങ്ങളെല്ലാം മറന്നു, പിന്നെ ഒന്നും കൂടെ നമുക്ക് പിന്നെയും പഠിക്കേണ്ടി വരും. അപ്പോൾ പഠിച്ച കാര്യങ്ങൾ മറന്നു പോവാതെ എപ്പോഴും ഓർത്തോർത്തിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എളുപ്പ വഴി എന്താണെന്നറിയോ? ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യുക. നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ അപ്പം ഷോർട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക. അപ്പം കുറേ കുട്ടികൾക്കൊന്നും ഷോർട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യാനുള്ള കാര്യങ്ങൾ, നന്നായിട്ട് ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കാനുള്ള കാര്യങ്ങൾ അറിയത്തുണ്ടാവില്ല. സോ ഇന്ന് നമുക്കൊരു അടിപൊളി ഷോർട്ട് നോട്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്നുള്ള കാര്യം ഡിസ്കസ് ചെയ്യാം. സോ വെൽക്കം ബാക്ക് ടു മാത്സ് അറ്റ് 360 ഡിഗ്രി വിത്ത് സോണിയ. ഒരു പെർഫെക്റ്റ് ഷോർട്ട് നോട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയാലോ. അപ്പം ഷോർട്ട് നോട്ട്സ് പ്രിപ്പയർ അതിനെക്കുറിച്ച് പറയുന്നതിന് മുന്നേ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ഷോർട്ട് നോട്ട്സ് നിങ്ങൾ ഒരിക്കലും എക്സാമിൻ്റെ ടൈമിലേക്ക് വെക്കരുത്. എക്സാമിൻ്റെ തലേ ദിവസം അല്ലെങ്കിൽ എക്സാമിന് ഒരാഴ്ചയ്ക്ക് മുന്നേ നിങ്ങൾ ഷോർട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യാൻ നിൽക്കരുത്. എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കാം. പക്ഷേ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ യൂസ് ഉണ്ടാവുക ഈ ഒരു ഷോർട്ട് നോട്ട് ഉണ്ടാക്കുന്നത് നിങ്ങൾ പഠിക്കുന്ന സമയത്ത്, നിങ്ങൾ സ്കൂളിൽ എന്താ പറയുക, ആദ്യം പഠിപ്പിക്കുന്ന സമയങ്ങളിലുണ്ടല്ലോ, ആ ഒരു സമയത്ത് തന്നെ ഓരോ പാഠം കഴിയുമ്പോഴും ഓരോ പാഠങ്ങളുടെയും ഷോർട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സാമിൻ്റെ ടൈമിൽ അതുപോലെ നല്ല യൂസ്ഫുൾ ആവും ആ ഒരു ഷോർട്ട് നോട്ട്സ്. അതേസമയം നിങ്ങൾ എക്സാമിൻ്റെ സമയത്താണ് എല്ലാ പാഠത്തിൻ്റെയും കൂടെ ഒരുമിച്ച് എഴുതാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സമയം പോകും. അതുകൊണ്ടാണ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു +1 കുട്ടികളോട് ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കുന്നതിനെ കുറിച്ച്. അത് പക്ഷേ ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കി സമയം കളയരുത്. നിങ്ങൾ പഠിക്കുന്നതിൻ്റെ ഒപ്പം ചെറിയ നോട്ട്സ് ആയിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാം. അപ്പം നമുക്കൊരു പെർഫെക്റ്റ് ആയിട്ട് ഷോർട്ട് നോട്ട്സ് എങ്ങനെ പ്രിപ്പയർ ചെയ്യാന്നുള്ള കാര്യം നമുക്കൊന്ന് നോക്കാം. സോ ഞാൻ പറഞ്ഞിരുന്നു ഇങ്ങനെ ഒരു പേപ്പർ, മീൻസ് ന്യൂസ് പ്രിന്റ് തന്നെ വേണമെന്നില്ല, ഏത് പേപ്പർ വേണമെങ്കിലും. ഇപ്പം നിങ്ങൾക്കൊരു നോട്ട്ബുക്ക് തന്നെ, ഷോർട്ട് നോട്ട്സിനായിട്ടൊരു നോട്ട്ബുക്ക് തന്നെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷെ ഞാൻ ഇങ്ങനെ ഒരു പേപ്പർ ഇതുപോലെ മടക്കി യൂസ് ചെയ്യണമെന്ന് പറയുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഒരു ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കുന്നത് എപ്പോഴും വായിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം സ്കൂളിൽ ടീച്ചർ ചോദ്യം ചോദിക്കുമെന്ന് പറഞ്ഞു, പിറ്റേ ദിവസം സ്കൂളിൽ ടീച്ചർ ചോദ്യം ചോദിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് സ്കൂളിൽ പോകുമ്പം നമുക്ക് പോകുന്ന വഴിയിലെല്ലാം ബുക്കും പിടിച്ചുകൊണ്ട് നടക്കാൻ പറ്റുകയില്ല അല്ലേ, എല്ലാവരും കളിയാക്കും. അപ്പോൾ എന്ത് ചെയ്യും, നമ്മളിങ്ങനെ ഞാൻ എന്താ ചെയ്തുകൊണ്ടിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മീൻസ് എൻ്റെ ഫ്രണ്ട്സ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഓർമ്മ വരും. ഞങ്ങൾ എല്ലാവരും തന്നെ ചെയ്തുകൊണ്ടിരുന്ന പരിപാടിയാണ്. ഇങ്ങനത്തെ ചെറിയ മീൻസ് ഒരു വലിയ ന്യൂസ് പ്രിന്റ് എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ മടക്കി കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, ഇങ്ങനെ എന്താ പറയുക, ചെറിയ ഇതാക്കിയിട്ട് ഇങ്ങനെ കയ്യിൽ പിടിക്കും. എന്നിട്ട് സ്കൂളിൽ പോകുന്ന സമയത്ത്, ബസ്സിലിരിക്കുന്ന സമയത്ത് ഒക്കെ ഇങ്ങനെ എടുത്ത് തുറന്ന് വായിച്ചു നോക്കും. അപ്പം നമുക്ക് ഓർമ്മ വരും. ഈ ഒരു ഷോർട്ട് നോട്ട്സ് വായിക്കുമ്പോൾ അത് ഓർമ്മ വരും. ആ ഒരു രീതിയിൽ വേണം ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ ആ ഒരു എന്താ പറയുക, വായിക്കുമ്പോഴേ നമുക്ക് കാര്യങ്ങളെല്ലാം ഓർമ്മ വരുന്ന രീതിയിൽ ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കാൻ എന്തൊക്കെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് നമുക്ക് ചെയ്യണമെന്ന് ഉള്ള കാര്യം നമുക്കൊന്ന് നോക്കാം. ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കാൻ തുടങ്ങുന്നതിന് മുന്നേ നിങ്ങൾ ഏറ്റവും ഫസ്റ്റ് നോട്ട് ചെയ്യേണ്ട കാര്യമാണ്, ഡോണ്ട് പ്രിപ്പയർ ഷോർട്ട് നോട്ട്സ് ഓൺ ഫസ്റ്റ് റീഡിങ്. നിങ്ങളിപ്പം ഒരു എന്താ പറയുക, ഒരു പാഠത്തിൻ്റെയാണ് ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കുന്നതെന്ന് വിചാരിക്കുക. ആ ഒരു പാഠം വായിച്ച് കഴിഞ്ഞ പാടെ, അല്ലെങ്കിൽ അതിൻ്റെ അകത്തൊരു ഡെഫിനേഷൻ വായിച്ച് കഴിഞ്ഞ പാടെ നിങ്ങൾ എന്തുണ്ടാക്കാൻ പാടില്ല, ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കാൻ പാടില്ല. കാരണം അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ടെക്സ്റ്റിൽ ഒരൊറ്റ വായനയിലൂടെ നമുക്കത് മുഴുവൻ മനസ്സിലാവണമെന്നില്ല. ഫുള്ള് വായിച്ച് കഴിഞ്ഞ് ഒന്നും കൂടി ഒന്ന് ഇരുത്തി വായിച്ച് ആ ഒരു ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കുമ്പം അതേ സെൻറ്റൻസുകളൊന്നും എഴുതരുത്, നമുക്ക് മനസ്സിലായ രീതിയിൽ വേണം എഴുതാൻ വേണ്ടിയിട്ട്. അപ്പം ഇപ്പോൾ എന്താ പറയുക, ഫോട്ടോസിന്തസിസ് എന്നുള്ളൊരു ഇപ്പം ട്രെൻഡിങ് ആയിട്ടുള്ളൊരു റീൽസ് ഒക്കെ ആണല്ലേ, ഫോട്ടോസിന്തസിസ്, വാട്ട് ഈസ് ഫോട്ടോസിന്തസിസ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു റീൽസ് ഉണ്ടല്ലോ. അപ്പം ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഒരു പോയിന്റ് വേണമെന്ന് വിചാരിക്കുക, ഷോർട്ട് നോട്ട് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഫോട്ടോസിന്തസിസ് എഴുതി. ഇനി ഫോട്ടോസിന്തസിസ് എഴുതി കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഇതിന് നമുക്ക് എന്താ വേണ്ടത്, ഇതിൽ ഫോട്ടോസിന്തസിസ് നടക്കാൻ വേണ്ടിയിട്ട് സൺലൈറ്റ്, വാട്ടർ, മിനറൽസ് കാര്യങ്ങളെല്ലാം വേണം. അപ്പോൾ എന്തെഴുതും, ഇതിൻ്റെ താഴെ സൺലൈറ്റ് പ്ലസ് വാട്ടർ, ഇത്രയും കാര്യങ്ങൾ എഴുതിയാൽ മതി. ഇതിൻ്റെ അകത്ത് നമുക്ക് എന്ത് മനസ്സിലാവും, ഫോട്ടോസിന്തസിസിൽ സൺലൈറ്റ്, വാട്ടർ, ഇങ്ങനത്തെ കാര്യങ്ങൾ വേണം. അപ്പം ഇങ്ങനെ ഷോർട്ടായിട്ട് വേണം. അപ്പോൾ ഇങ്ങനെ എഴുതാൻ നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ ഒരൊറ്റ വായനയിലൂടെ നിങ്ങൾക്ക് കിട്ടിയാല. അപ്പോൾ ഒന്നും കൂടെ വായിച്ച് നല്ലോണം മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ ഷോർട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്.
അപ്പം ഏറ്റവും ഫസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, പാഠം ഒന്ന് നല്ലോണം വായിക്കുക. അത് കഴിഞ്ഞ് ഒന്നും കൂടെ വായിച്ചിട്ട് അത് ടെക്സ്റ്റിലുള്ള അതേപോലെ എഴുതാതെ ആ ടെക്സ്റ്റിലുള്ള മെയിൻ ഇമ്പോർട്ടൻറ്റ് ഹെഡിങ്ങുകൾ അല്ലെങ്കിൽ ആ ഒരു കീ പോയിന്റ്സ് ഉണ്ടാവും അല്ലെ, ആ ഒരു കീ പോയിന്റ്സ് മാത്രം നോട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളിപ്പം പേപ്പർ ആയിരിക്കും യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ന്യൂസ് പ്രിന്റ് മടക്കിയിട്ടായിരിക്കും, അത് നിങ്ങളുടെ ഇഷ്ടം. ഇനിയിപ്പോൾ നോട്ട്ബുക്ക് തന്നെ യൂസ് ചെയ്യാം ഒരു ഷോർട്ട് നോട്ട്സിന് വേണ്ടി തന്നെ. ആ ഒരു നോട്ട്ബുക്ക് പിന്നെ നിങ്ങൾ എക്സാമിൻ്റെ ടൈം ആകുമ്പോൾ അതൊന്ന് എടുത്ത് നോക്കിയാൽ മതി. അപ്പം ഇപ്പോഴേ ഞാൻ പറയാണ്, എക്സാമിൻ്റെ ടൈമിലേക്ക് നിങ്ങൾ ഷോർട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യാൻ വെക്കരുത്. ഓരോ പാഠം ഇപ്പം ഓൺലൈൻ ക്ലാസ്സസ് ആണ്, അപ്പോൾ ഓരോ പാഠം കഴിയുമ്പോഴും നിങ്ങൾ ആ ഒരു പാഠത്തിൽ ഇമ്പോർട്ടൻ്റ് ആയി വരുന്ന ഇക്വേഷൻസ്, അല്ലെങ്കിൽ മാത്സിൻ്റെ ആണെങ്കിൽ ഇക്വേഷൻസ്, ഫിസിക്സ് കെമിസ്ട്രി എല്ലാത്തിനും ഉണ്ടാകുള്ള ഇക്വേഷൻസ് അതെല്ലാം നോട്ട് ചെയ്ത് വെക്കുക. അപ്പം അങ്ങനെ പ്രിപ്പയർ ചെയ്ത് പോകുമ്പോൾ നിങ്ങൾക്ക് തന്നെയാണ് അത് അഡ്വാൻറ്റേജ് കേട്ടോ. ഇനി നെക്സ്റ്റ് പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺലി ദ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ടു ബി നോട്ടഡ്. ഓൾറെഡി ഞാൻ പറഞ്ഞു, നിങ്ങൾ എഴുതുന്ന മീൻസ് ആ ഒരു പാഠത്തിൽ നിങ്ങൾ പഠിക്കുന്നതിലെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് മാത്രം നോട്ട് ചെയ്ത് വെക്കുക, എല്ലാം കൂടി ഒരുമിച്ച് നോട്ട് ചെയ്ത് വെക്കരുത് കേട്ടോ. അങ്ങനെ വെച്ച് കഴിയുമ്പം എന്താ പറയുക, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു നോട്ട്ബുക്കിൽ നമ്മൾ വാരി വലിച്ചെഴുതി ഒരു വൃത്തിയില്ല, അവിടെ വെട്ടിക്കുത്തി ഇവിടെ വെട്ടിക്കുത്തി ഫുള്ള് വെട്ടി തിരിച്ച് മറിച്ചൊക്കെ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ എഴുതുമ്പോൾ ഓക്കെ ഇതൊക്കെ എങ്ങനെയെങ്കിലും എഴുതിയാൽ മതി. പക്ഷെ ലാസ്റ്റ് നിങ്ങൾ പരീക്ഷയ്ക്ക് പഠിക്കാനെടുക്കുമ്പോൾ ആ നോട്ട്ബുക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ തോന്നുകയില്ല. ഇപ്പം ഒരു നല്ല ഹാൻഡ് റൈറ്റിങ്ങിൽ എഴുതുന്ന ഒരു കുട്ടിയുടെ നോട്ടും നിങ്ങൾ എന്താ പറയുക, ചില കുട്ടികളുടെ ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ എന്താ പറയുക, ഹാൻഡ് റൈറ്റിംഗ് മോശമായതുകൊണ്ടല്ല, അവരെന്ത് ചെയ്യുക ഫുള്ള് വെട്ടിക്കുത്തി അവിടെ വെട്ടി ഇവിടെ വെട്ടി അങ്ങനെയൊക്കെ എഴുതുന്ന കുട്ടികളുണ്ടാവും അല്ലേ. അപ്പോൾ അവരുടെ നോട്ടും വേറെ നല്ല ഹാൻഡ് റൈറ്റിംഗ് ഉള്ള ഒരു കുട്ടിയുടെ നോട്ടും കൂടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ആ നോട്ട് പഠിക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും, ഈ നോട്ട് നോക്കിയിട്ട് ഒന്നും തിരിയുന്നില്ല എന്നല്ല തോന്നും. അപ്പോൾ നിങ്ങൾ നോട്ട്ബുക്ക് എഴുതുമ്പോൾ തന്നെ മാക്സിമം വൃത്തിയായിട്ട് എഴുതുക. അതിനും വൃത്തിയായിട്ട് നിങ്ങൾ ഷോർട്ട് നോട്ട്സ് എഴുതുക. കാരണം നിങ്ങൾ ഷോർട്ട് നോട്ട്സ് ആണ് എപ്പോഴും വായിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അല്ലേ. അപ്പോൾ ആ ഷോർട്ട് നോട്ട്സ് അത്ര വൃത്തിയായിട്ട് തന്നെ എഴുതാൻ നോക്കുക. മാക്സിമം എല്ലാം എന്താ പറയുക കളയാട്ടോ. ഇനി നെക്സ്റ്റ് മൂന്നാമത്തെ പോയിന്റ്, യൂസ് യുവർ ക്രിയേറ്റിവിറ്റി ഇൻ മേക്കിംഗ് ദ നോട്ട്സ് ഷോർട്ട്. എന്ന് പറഞ്ഞാൽ നോട്ട് നിങ്ങൾ എഴുതുന്ന പോയിന്റ്സ് ഷോർട്ട് ആക്കാൻ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി ഉപയോഗിക്കാനാണ് പറയുന്നത്. മീൻസ് ഞാൻ അതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു നോട്ട്സ് പ്രിപ്പയർ ചെയ്യുമ്പം ഒരൊറ്റ മഷിയും കൊണ്ട് തന്നെ എഴുതാതെ ഹെഡിങ് വേറെ കളർ കൊണ്ട് കൊടുക്കുക, റെഡ് ഇങ്ക്, ബ്ലൂ ഇങ്ക്, യെല്ലോ അങ്ങനെ കുറേ കളറുണ്ടല്ലോ, ആ കളറുകൾ വ്യത്യസ്തമായിട്ട് ഉപയോഗിച്ച് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി ഇപ്പം എന്താ പറയുക വാരി വലിച്ചെഴുതുന്നതിന് പകരം ചെറിയൊരു ഫിഗറിലൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു കാര്യം വരയ്ക്കാൻ പറ്റും, എഴുതാൻ പറ്റും. ആ ഫിഗർ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഡെഫിനേഷൻസ് കാര്യങ്ങളെല്ലാം കിട്ടുന്ന കുട്ടികളുണ്ടാവും. അങ്ങനെയുള്ളവർ അങ്ങനെ ആ ഒരു ക്രിയേറ്റിവിറ്റിയിൽ ചെയ്യുക. അപ്പം നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി എന്താണോ, ഇതിപ്പം പറഞ്ഞു കഴിഞ്ഞാൽ വരയ്ക്കാൻ അറിയുന്ന കുട്ടികൾക്ക് മാത്രമല്ല, വരയ്ക്കാൻ അറിയില്ലാത്ത കുട്ടികൾ എന്ത് ചെയ്യുക, എന്താ കളേഴ്സ് എല്ലാം ഡിഫറെൻറ്റ് യൂസ് ചെയ്യുക. മീൻസ് നിങ്ങൾ ഒരൊറ്റ മഷിയും കൊണ്ട് എഴുതുമ്പം നമ്മൾ വായിക്കും, ഓക്കെ കുഴപ്പമില്ല. അതേസമയം നിങ്ങൾ ഇടയ്ക്ക് വേറെ കളേഴ്സ് അല്ലെങ്കിൽ നല്ല കട്ടിയിൽ എഴുതി നോക്കിയേ, നിങ്ങൾക്ക് എന്തായാലും അത് പെട്ടെന്ന് മനസ്സിലാവും, പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിൽ സ്ട്രൈക്ക് ചെയ്യും. നമ്മളൊരു നോക്കുമ്പം അതിൻ്റെ അകത്ത് ഇച്ചിരി എന്താ പറയുക ഡിഫറെൻ്റ് ആയിട്ട് എഴുതിയ കാര്യങ്ങളൊക്കെ ആയിരിക്കും, എടുത്തെഴുതിയേക്കുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും നമുക്ക് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യാം. അപ്പം അങ്ങനെയുള്ള ഒരു പോയിന്റ്സ് നോക്കുക. നിങ്ങൾ മാക്സിമം ഒരേ കളർ ഉപയോഗിക്കാണ്ട് ഷോർട്ട് നോട്ട്സിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സ് യൂസ് ചെയ്യുക. പിന്നെ വന്നിട്ട് ഏറ്റവും ലാസ്റ്റ്, റിവൈസ് ദ ഷോർട്ട് നോട്ട്സ് ഫ്രീക്വൻ്റ്ലി. അപ്പം ഷോർട്ട് നോട്ട്സ് എല്ലാം പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾ എന്ത് ചെയ്യുക, ഷോർട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് വെച്ചു ഇനിയൊന്നും വേണ്ട എന്ന് വെച്ചിരിക്കരുത്. ഇടയ്ക്കിടയ്ക്ക് ആ ഷോർട്ട് നോട്ട്സ് എടുത്ത് വായിക്കണം. അല്ലാതെ ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കി വെച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ആ ഒരു ഷോർട്ട് നോട്ട്സ് ആദ്യം തൊട്ട് അവസാനം വരെ ഒന്ന് വായിച്ചു നോക്കണം. പഠിക്കണം എന്നല്ല, വായിച്ചു നോക്കണം. വായിച്ചു നോക്കുമ്പോഴേ നമ്മുടെ മനസ്സിൽ ഇടയ്ക്കിടയ്ക്ക് വായിച്ചു നോക്കുമ്പോൾ നമ്മുടെ മനസ്സിലിരിക്കും ഈ പാഠത്തിൽ ഇന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിൻ്റെ ഡെഫിനേഷൻസ് കറക്റ്റ് അപ്പോൾ പഠിച്ചില്ലെങ്കിലും ആ ഇന്ന കാര്യങ്ങളുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ എത്രത്തോളം പഠിക്കാനുണ്ട് എന്നുള്ള കാര്യം നമ്മുടെ മനസ്സിലുണ്ടാവും. സോ ഷോർട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ആ ഒരു ഷോർട്ട് നോട്ട്സ് എടുത്ത് റിവൈസ് ചെയ്യുക കേട്ടോ. പിന്നെ ഒരു എക്സ്ട്രാ കാര്യം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഷോർട്ട് നോട്ട്സ് എഴുതുമ്പോൾ മാക്സിമം വേർഡ്സിൻ്റെ ഇത് കുറയ്ക്കുക. മീൻസ് ഇപ്പം വേർഡ്സിനൊക്കെ കുറേ സിമ്പിൾസ് ഒക്കെ ഉപയോഗിക്കുക. സച്ച് ദാറ്റ് എന്ന് പറയുന്ന കുറേ പേർക്കൊക്കെ അറിയായിരിക്കും. സച്ച് ദാറ്റ് എന്ന് പറയുന്നതിന് ഡിനോട്ട് ചെയ്യുന്നത് എസ് എഴുതിയിട്ട് അടിയിൽ 2 കുത്ത്, ഇത് വായിക്കുന്നത് സച്ച് ദാറ്റ് ആണ്. അതുപോലെ ദാറ്റീസ് എന്ന് പറയുന്ന വേർഡ് എങ്ങനെയാണ് നമ്മൾ സിമ്പിളായിട്ട് ഇങ്ങനെ എഴുതും, IE ഇട്ടിട്ട് സെമിക്കോളൻ. അപ്പം ഇത് ദാറ്റീസ് എന്ന് വായിക്കും. അതുപോലെ നിങ്ങൾക്ക് ഞാൻ ഉപയോഗിക്കുന്ന ഒരു കോഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻക്രീസിങ് ഡിക്രീസിങ്, കൂടുന്നതും കുറയുന്നതും കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇൻക്രീസ് ഇങ്ങനെ നീട്ടി എഴുതാതെ നിങ്ങൾ എന്ത് ചെയ്യുക,
ഇൻക്രീസിങ് മുകളിലോട്ട് ഒരു ആരോ കൊടുത്താൽ മതി. ഇനി ഡിക്രീസിങ് താഴോട്ട് ഒരു ആരോ കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു ആരോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഷോർട്ട് നോട്ട്സിൽ മാത്രമേ ഇങ്ങനെ എഴുതാൻ പാടുള്ളൂ കേട്ടോ. എക്സാമിന് എഴുതുമ്പോൾ നിങ്ങൾ ഈ ഒരു ആരോ മാർക്ക് കൊടുക്കാതെ ഇൻക്രീസിങ്ങിന് എഴുതണം. ഷോർട്ട് നോട്ട്സിൽ എന്താ പറയുക ഷോർട്ട് ആക്കണമല്ലോ, അപ്പോൾ ഷോർട്ട് ആക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ സിമ്പിൾസ് ഒക്കെ ഉപയോഗിക്കുന്നത്. പക്ഷെ നിങ്ങൾ എക്സാമിന് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. അപ്പം ഇത് ഇൻക്രീസിങ്, അത് കഴിഞ്ഞിട്ട് ഇതെന്താണ് ഡിക്രീസിങ്. അങ്ങനത്തെ എന്താ പറയുക നിങ്ങൾക്ക് ഈ കാര്യങ്ങളാണ് ഈ ഒരു ക്രിയേറ്റിവിറ്റിയിൽ ഉൾക്കൊള്ളുന്നത്. എന്താ ഇങ്ങനത്തെ ഷോർട്ട് ആക്കുന്ന കാര്യങ്ങളും ഇങ്ങനെ ഒരു ആരോ മാർക്കൊക്കെ എഴുതുന്നതും അതൊക്കെ ഈ ഒരു ക്രിയേറ്റിവിറ്റിയിൽ ഉൾപ്പെടുന്ന കാര്യമാണ്. സോ അതെല്ലാം നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾ ഫോം ചെയ്തെടുക്കുക കേട്ടോ. ഇങ്ങനത്തെ ഇപ്പോൾ 2-3 ഞാൻ പറഞ്ഞു തന്നു, ഇതുപോലെ തന്നെ നിങ്ങൾ ഫോളോ ചെയ്ത് പോവാട്ടോ. ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന +1 കുട്ടികൾ വിചാരിക്കുന്നുണ്ടാവും കഴിഞ്ഞ ദിവസമല്ലേ മിസ് പറഞ്ഞേ ഷോർട്ട് നോട്ട്സ് എക്സാമിന് മുന്നേ ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രിപ്പയർ ചെയ്യാൻ, എന്നിട്ട് ഇപ്പം പറയുന്നു എക്സാമിന് മുന്നേ പ്രിപ്പയർ ചെയ്യരുത്. അങ്ങനെയല്ല, എക്സാമിന് മുന്നേ പ്രിപ്പയർ ചെയ്യുന്നതിന് കുഴപ്പമില്ല. പക്ഷെ അവിടെ നിങ്ങളുടെ സമയം അവിടെ പോവുകയാണ്, എക്സ്ട്രാ നോട്ട് ഉണ്ടാക്കുന്നതിൽ സമയം പോവാണ്. പക്ഷേ ഓരോ പാഠം കഴിയുമ്പോൾ നിങ്ങൾ ഷോർട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് പോയിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം ഒന്നും നോക്കണ്ട, ആ ഒരു ഷോർട്ട് നോട്ട്സ് നോക്കി എടുത്ത് പഠിച്ചാൽ മതിയായിരുന്നു. അപ്പം അങ്ങനെ പ്രിപ്പയർ ചെയ്ത കുട്ടികളുണ്ടാവും, ചെയ്യാത്ത കുട്ടികളുണ്ടാവും. ചെയ്യാത്ത കുട്ടികളാണ് ഇപ്പം പഠിക്കുന്ന സമയത്ത് തന്നെ, ഞാനത് എടുത്ത് പറഞ്ഞിരുന്നു, ഷോർട്ട് നോട്ട്സ് എഴുതി സമയം കളയരുത്. പഠിക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ നിങ്ങളൊരു പേപ്പർ എടുത്തിട്ട് അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് മാത്രം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പം ആ ഒരു രീതിയിൽ നിങ്ങൾ പഠിച്ചു പോവുക. ഇനിയിപ്പോൾ നിങ്ങളുടെ +2 ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യും. +2 ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുക. ഓരോ പാഠം കഴിയുമ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴും നിങ്ങൾ അതിൻ്റെ ഷോർട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് പോകുക. അവസാനം നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ 16 പാഠമാണെങ്കിൽ 16 പാഠത്തിൻ്റെ ഷോർട്ട് നോട്ട്സ് അപ്പോൾ ഉണ്ടാവും. നിങ്ങൾ ഒരുമിച്ചിരുന്ന് 16 പാഠത്തിൻ്റെ ഷോർട്ട് നോട്ട്സ് എഴുതുമ്പോഴാണ് നമുക്ക് മടുപ്പ് വരിക അല്ലേ. അപ്പം അങ്ങനെ പ്രിപ്പയർ ചെയ്യാതിരിക്കുക, ഒരുമിച്ച് പ്രിപ്പയർ ചെയ്യാതിരിക്കുക. സെപ്പറേറ്റ് ഓരോ പാഠം കഴിയുമ്പോഴും പ്രിപ്പയർ ചെയ്ത് പോവുക. അതിപ്പോൾ ഈ ഒരു മെത്തേഡ് എല്ലാ ക്ലാസ്സിലും ഏത് ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിലും ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ ഒരു ഷോർട്ട് നോട്ട് മെത്തേഡ് എനിക്ക് തോന്നുന്നു നല്ല ഉറപ്പാണ് എല്ലാ കുട്ടികൾക്കും തന്നെ എളുപ്പമായിരിക്കും. നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ ഒന്നും മറന്നു പോവാതെ നിങ്ങളുടെ മനസ്സിൽ തന്നെ സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള ഒരു എളുപ്പ വഴിയാണ് ഈ ഒരു ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്ത് പഠിക്കുന്ന രീതി. അപ്പം ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുക കേട്ടോ. അപ്പം എന്തെങ്കിലും കമൻറ്റ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും ഡെവലപ്മെൻറ്റ്സ് ഇതിൻ്റെ അകത്ത് നടത്തണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ വീഡിയോ എൻ്റെ ക്ലാസ് ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.